മദ്രസകളുടെയും മഹലുകളുടെയും നേതൃത്വത്തിൽ വന്ന വ്യക്തികള് ഇവിടെ മുനമ്പൻ ജനതയ്ക്ക് പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചു. വിവിധ ഹൈന്ദവ നേതാക്കള് ഈ പന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ മുനമ്പൻ ജനതയുടെ അവകാശവാദം പൂർണ്ണമായും ന്യായമാണ്, അവർക്കത് നൽകിയേ പറ്റൂ എന്ന് വ്യക്തമായി സംസാരിച്ചതാണ്. ക്രൈസ്തവ നേതാക്കളും ഇവിടെ വന്നു എന്നുള്ളത് സത്യം. പക്ഷേ എന്തിനാണ് ഇവിടുത്തെ ക്രൈസ്തവരെയും ഇതര മതവിഭാഗങ്ങളെയും ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം നേടാം എന്നുള്ള ദുഷ്ടലാക്കോട് ചിലരൊക്കെയും സംസാരിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വർഗീയതയുടെ ഏതെങ്കിലും കാർഡിറക്കിയാല് ഭയന്ന് പള്ളിക്കകത്ത് കയറുന്നവരാണ് ഞങ്ങൾ ഈ വെള്ളയുടുപ്പിട്ടവര് എന്നാരെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ ഇതല്ല, ഇതിനേക്കാളും വലിയ ആരോപണം ഉന്നയിച്ചാലും വച്ചകാല് ആലോചിച്ചു തന്നെ കാലെടുത്ത് വയ്ക്കുന്നവരാണ് ഞങ്ങള്. വച്ചകാല് പിന്നോട്ടെടുത്ത ചരിത്രം ഞങ്ങൾക്കില്ല എന്നുള്ളത് കൂടി വളരെ വ്യക്തമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരവാദപ്പെട്ടവര് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹൈന്ദവരും എല്ലാവരും ഒരു മനസ്സോടെ ഈ മുനമ്പൻ ജനതയുടെ ഒപ്പമാണ്. എങ്കിൽ പിന്നെ ആർക്കാണ് ഇവരെ കുടിയിറക്കണമെന്ന് ഇത്രമേൽ വലിയ നിർബന്ധമുള്ളത്? വഖഫ് ബോർഡ് എന്ന് പറയുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ ആരും തർക്കിക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തില് തീരുമാനം പറയേണ്ടത് ആ സമുദായത്തിലെ അംഗങ്ങളാ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും. മുസ്ലിം ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തണം. ആ സമുദായത്തിലെ അംഗങ്ങൾക്ക് മനുഷ്യോചിതമായി ജീവിക്കാൻ പോരുന്ന എല്ലാ സാഹചര്യങ്ങളും ഉറപ്പുവരുത്തണം എന്ന കാര്യത്തില് ഇവിടെ ആർക്കും തർക്കമില്ല. ഞങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാമെന്ന് ഈ കേരളത്തിന്റെ മതസാഹോദര്യത്തിന്റെ ഭൂമികയില് കരിനിഴൽ വീഴ്ത്താമെന്നും അതുവഴി ഈ മുനമ്പം സമരത്തെ നിർവീര്യമാക്കാമെന്നും ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്.